ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റാഗിയും ആപ്പിളും ചേർന്നുള്ള ഒരു കുറുക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒട്ടും മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന, തടി വയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു നാടൻ വിഭവമായിട്ടാണ് നേന്ത്രപ്പഴം നെയ്യിൽ റോസ്റ്റ് ചെയ്തത്. കുഞ്ഞുങ്ങൾക്ക് 7 മുതൽ 8 മാസം കഴിയുമ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായോ ഉടച്ചോ കൊടുത്തു തുടങ്ങാം. നേന്ത്രപ്പഴത്തിലെ കലോറിയും പശുവിൻ നെയ്യിലെ ഹെൽത്തി ഫാറ്റും ഒത്തുചേരുമ്പോൾ കുഞ്ഞിന് വളരെ പെട്ടെന്ന് തൂക്കം വയ്ക്കും. എന്തുകൊണ്ട് നേന്ത്രപ്പഴവും നെയ്യും സജസ്റ്റ് ചെയ്യുന്നു? പെട്ടെന്ന് തടി വയ്ക്കാൻ. നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടുമ്പോൾ അതിന്റെ കലോറി മൂല്യം ഇരട്ടിയാകും. ഇത് കുഞ്ഞിന്റെ ശരീരപുഷ്ടിക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദവുമാണ്. നല്ല ദഹനത്തിനും മലബന്ധം മാറാനും. നെയ്യ് ചേർക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മലബന്ധം ഉണ്ടാകില്ല. കൂടാതെ നേന്ത്രപ്പഴം വയറിന് എപ്പോഴും നല്ലതാണ്. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങളാണ്: നന്നായി പഴുത്ത നേന്ത്രപ്പഴം പകുതി മതിയാകും, പശുവിൻ നെയ്യ് 1 ടീസ്പൂൺ വേണം, ഏലക്കാപ്പൊടി 1 നുള്ള് വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യം പഴുത്ത നേന്ത്രപ്പഴത്തിന്റെ തൊലിയും നടുവിലെ കറുത്ത കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ഈ പഴം കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ച് പഴത്തിന്റെ ഇരുവശവും നേരിയ സ്വർണ്ണ നിറം, ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നന്നായി വാട്ടിയെടുക്കുക. വെന്ത ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി ചൂടാറാൻ അനുവദിക്കുക. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇത് കൈകൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായി ഉടച്ച് കൊടുക്കാം. കടിച്ചു കഴിക്കാൻ പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞു തരാം. പഞ്ചസാരയുടെ ആവശ്യമില്ല. അതായത് പഴുത്ത നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടുമ്പോൾ നല്ല മധുരം വരും. അതുകൊണ്ട് വേറെ മധുരമൊന്നും ചേർക്കേണ്ടതില്ല. രണ്ടാമതായി അളവ് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ 1-2 ചെറിയ കഷ്ണങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കുക. കുഞ്ഞിന് ദഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അളവ് കൂട്ടിക്കൊടുക്കാം. വൈകുന്നേരങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച വിഭവമാണിത്. ഈവനിങ് സ്നാക്സായി ഉപയോഗിക്കാം. അപ്പോൾ അമ്മമാരെ, കുഞ്ഞുങ്ങൾക്ക് നല്ല രുചിയോടെ കഴിക്കാനും ഒപ്പം ശരീരത്തിന് നല്ല തടി വയ്ക്കാനും സഹായിക്കുന്ന ഈ നേന്ത്രപ്പഴം നെയ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലായല്ലോ. പുറത്തുനിന്ന് വാങ്ങുന്ന കൃത്രിമ ലഘുഭക്ഷണങ്ങളെക്കാൾ എത്രയോ ഇരട്ടി മൂല്യവും ഗുണവുമാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ വിഭവം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അമ്മമാർ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെക്കണം. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല. ഓരോ കുഞ്ഞിൻ്റെയും ശരീരപ്രകൃതിയും ദഹനശേഷിയും വളർച്ചയും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റൊരു കുഞ്ഞിന് തടി വെച്ചതുപോലെ എൻ്റെ കുഞ്ഞിന് ആയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയും ആരോഗ്യവുമാണ് പ്രധാനം. ഓരോ പുതിയ ഭക്ഷണം കൊടുക്കുമ്പോഴും കുഞ്ഞിൻ്റെ ദഹനത്തിനനുസരിച്ച് മാത്രം അളവ് കൂട്ടാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നോക്കിയിട്ട് അവർക്ക് വരുന്ന മാറ്റങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അപ്പോൾ അടുത്തൊരു വെയിറ്റ് ഗെയിൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.